ഇങ്ങനെ ഫാൻസി പോയപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നു. ഇങ്ങനെ ഈ കൊടുക്കുമ്പോൾ നല്ല രസമുള്ളൊരു ടോയാണ്. കുട്ടികൾക്ക് കളിക്കാനൊക്കെ വെക്കാനുള്ള നല്ല രസമുള്ള ഒരു ടോയാണ്. 120 രൂപയാണ്. ഏതെടുത്താലും 120 രൂപ. വെരി നൈസ്. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കൊരു ക്രാഫ്റ്റ് ചെയ്യാം. ഇത് ഒരു ഡിസ്പോസിബിൾ ഗ്ലാസ്സാണ്, ഡിസ്പോസിബിൾ കപ്പ്. ഇത് വെച്ച് നമുക്ക് ഒരു ക്രാഫ്റ്റ് ഉണ്ടാക്കാം. ആദ്യമായിട്ട് ഞാനിതിന് സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഈ ക്രാഫ്റ്റിനായിട്ട് ഞാനൊരു ഫെവി ബോണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇതാകുമ്പോൾ ഫെവിക്കോളിനെ കാട്ടി എളുപ്പം ഉണങ്ങി കിട്ടും. ആദ്യമായിട്ട് ഞാൻ ഇതിനെ സൈഡൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. മൂർച്ചയുള്ളൊരു കത്രിക തന്നെ വേണം. ഇത് നമ്മൾ കളയണ്ട, നമുക്കിനി ആവശ്യം വരും, അത് ഉപയോഗിക്കാം. എന്നിട്ട് ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. കറ്റാക്ക ഒന്ന് ശരിയായി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു പെൻസിൽ എടുക്കാം. പെൻസിലില്ലെങ്കിൽ പേനയും ഇതേപോലെ ഇരുന്ന് വരയുള്ളതുകൊണ്ട് അത് വര വച്ച് അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. ഈ വരയുടെ പുറത്തൂടെ ഇങ്ങനെയാണ് അടയാളപ്പെടുത്തുന്നത്. വരയില്ലാത്ത കപ്പാണെങ്കിൽ നമ്മളത് സൂക്ഷിച്ച് വേണം, വര ശരിയാതെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കും. രണ്ട് വര നമ്മൾ വരയ്ക്കേണ്ടതുണ്ട്. ഈ വര നമ്മൾ ആ വരയിൽ കൂടെ കൊണ്ട് ചേർത്ത് ഇനി അതേപോലെ തന്നെ കണ്ട് നമുക്ക് ഇവിടെ ഒരു വര കൊടുക്കാം. ഇവിടെ നമ്മളിതൊരു ബാസ്ക്കറ്റാണ് ഉണ്ടാക്കുന്നത്. ഈ ചെറിയ കുട്ടികൾക്ക് ചോക്ലേറ്റൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനോ എന്തെങ്കിലും പെൻസിലൊക്കെ വയ്ക്കാനോ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ഒരുപാട് വെയിറ്റൊന്നും നമുക്ക് തൂക്കിയെടുക്കാൻ പറ്റും. ഡിസ്പോസിബിൾ ഗ്ലാസ് അല്ലേ, നമുക്ക് അത്രയ്ക്ക് ഒരുപാട് വെയിറ്റൊന്നും ഇത് തൂക്കിയെടുക്കാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ ഈ വരയിൽ കൂടെ ഒഴിപ്പിച്ചു കൊടുത്തു. ഇനി നമ്മൾ ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ അതിനായിട്ട് പേന വെച്ചൊന്ന് താത്ത് കൊടുക്കുകയാണ്. നമുക്ക് ആ ഭാഗം നമുക്ക് കത്രിക അല്ലെങ്കിൽ നമ്മൾ കട്ടർ വെച്ച് കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഈ ഭാഗം ഞാനൊരു പേന വെച്ചൊന്ന് ഹോളിട്ടിട്ടുണ്ട്. അതുവഴി നമുക്കിനി കത്രിക വെച്ച് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ അതേപോലെ ഞാനൊരു ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്.
നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് ഇങ്ങനെയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്, തിരിച്ചല്ല. ഇങ്ങനെ കട്ട് ചെയ്ത് ഞാൻ ധാരാളം കൊടുത്താണ് അവിടെ. ഇങ്ങനെയാണ് കട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഈ വര മാത്രം ഒന്ന് കട്ട് ചെയ്ത് വെക്കുക. ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഡിസ്പോസിബിൾ ഗ്ലാസ് വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് നമുക്ക് ഉണ്ടാക്കാം. ഒരു ഗ്ലാസ് പോലും കളയേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഫങ്ഷൻ വരുമ്പോൾ നമ്മളത് ഡിസ്പോസ് ചെയ്യാനായിട്ട് ഭയങ്കര കഷ്ടപ്പെടും. അല്ലെങ്കിൽ ഒരുപാട് മണ്ണെണ്ണയോ എന്തെങ്കിലും ഒഴിച്ചാൽ അല്ലേ അത് നമുക്ക് ഡിസ്പോസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വീട്ടിൽ നമ്മളിങ്ങനെ മണ്ണെണ്ണ ഒഴിച്ച് ഡിസ്പോസ് ചെയ്യാനും പാടില്ല. ഇപ്പോൾ മണ്ണെണ്ണ കിട്ടാറുമില്ല, അങ്ങനെ ആരും ഡിസ്പോസ് ചെയ്യാറുമില്ല. അപ്പോൾ നമ്മൾ കോർപ്പറേഷനിലൊക്കെയാണ് ഈ ഗ്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ എന്തായിരുന്നാലും കോർപ്പറേഷനിൽ 100 രൂപ കൊടുക്കണം. എന്നാലും നമുക്ക് ഇതുപോലെ വീട്ടിൽ വെറുതെ ഇരിക്കാതെ നമുക്ക് ഇതേപോലെ ഒരു ക്രാഫ്റ്റ് ചെയ്ത് വീട്ടിൽ അലങ്കാരത്തിന് വയ്ക്കുന്നത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. നമ്മുടെ കൈക്കൊരു ശക്തി കിട്ടാനും പിന്നെ എൻജോയ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യാനും മറ്റു കുട്ടികളെ പഠിപ്പിക്കാനും നമുക്ക് ഈ ക്രാഫ്റ്റ് ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ ചെയ്ത് പഠിച്ച് അതെന്തെങ്കിലും ഭാവിയിൽ ഉപകാരപ്പെടും. നമ്മൾ വെറുതെ എന്തിനാ ഉണ്ടാക്കി കളയുന്നതെന്ന് വിചാരിക്കരുത്. അത് എന്തെങ്കിലും നമുക്ക് അത് ഉപകാരപ്പെടുന്നതാണ്. അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ഇതുപോലെ കിട്ടുന്ന സാധനങ്ങൾ നമ്മൾ സൂക്ഷിച്ച് വെച്ചിരുന്ന് സമയം കിട്ടുമ്പോൾ മാത്രം നമ്മൾ ഇതേപോലെ ഓരോ വർക്ക് ചെയ്യും. അത് ക്രാഫ്റ്റ് ചെയ്യുന്നു. നമ്മളിപ്പോഴാണെങ്കിൽ കമ്പ്യൂട്ടറിലാണെങ്കിൽ മൈൻ ക്രാഫ്റ്റ് എന്നൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ക്രാഫ്റ്റ് നമ്മൾ ഒരു മൊബൈലിലൊക്കെ കണ്ട് ശീലിക്കാതെ നമ്മൾ ഇതുപോലത്തെയുള്ള ക്രാഫ്റ്റുകൾ പല കുട്ടികൾ എൻജോയ് ചെയ്ത് ചെയ്യാൻ വേണ്ടി നമ്മൾ ശീലിപ്പിക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മളതിനെ ഒന്ന് പുറത്തോട്ട് ഇങ്ങനെ വെച്ച് ഇങ്ങനെ നമ്മൾ അതൊന്ന് പുറത്തോട്ടാക്കി കൊടുക്കാം. ഇങ്ങനെ വന്ന് ഒരേ ലെവലിൽ ഇങ്ങനെ എടുത്ത് കമത്തി എന്നിട്ട് അതിനൊന്ന് മടക്കി എടുക്കാം. ആ വര വച്ച് നമ്മളിങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ക്രാഫ്റ്റും വാട്ടർ കളർ പെയിൻറ്റിങ്. എപ്പോഴും നമ്മൾ ഇതുപോലെയുള്ള ഒരുപാട് സമയം ഇരുന്ന് ചെയ്യാൻ കണക്കാക്കിയിട്ടുള്ളൊരു ക്രാഫ്റ്റ് തിരഞ്ഞെടുക്കണം. എന്നിട്ട് നമുക്കിതിനെ ഒന്ന് മടങ്ങിയെടുക്കണം. ഇങ്ങനെ നമ്മളൊന്ന് മടക്കി കൊടുക്കുക. ആദ്യത്തെ വര നമ്മൾ 2 വര വരച്ചല്ലോ, അതിൽ ഒരു വര ഇവിടെ ഇരിക്കുകയാണ്. ആ വര വച്ച് നമ്മളിങ്ങനെ ഒരു മടക്കി കൊടുക്കണം. ഇങ്ങനെ എടുത്തിട്ട് മടക്കിയാലും മതി. അപ്പോൾ ഒരേ ലെവലിൽ നമുക്ക് മടക്കി കിട്ടും. ഒന്ന് അകത്തോട്ട് മടക്കി കൊടുക്കാം. വീണ്ടും ഇത് ഒന്ന് അകത്തോട്ട് മടക്കി കൊടുക്കാം. എന്തോരം ക്രാഫ്റ്റുകളാണ് ഈ ഡിസ്പോസിബിൾ കപ്പ് വെച്ച് ആളുകൾ ചെയ്യുന്നത്. നമുക്കും അതിലൊരു
പാകമെല്ലാം നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഫങ്ഷൻ ഉള്ളപ്പോൾ ഇതുപോലെ ഒരുപാട് കപ്പുകളോ 100 പേരെ വിളിക്കണമെങ്കിൽ 100 കപ്പ് അല്ലെങ്കിൽ 200 കപ്പ് എന്ന് വെച്ചാൽ പായസം വിളമ്പാനും വാട്ടർ കൊടുക്കാനും ഒക്കെ ആയിട്ട് ഒരുപാട് കപ്പുകൾ വീട്ടിൽ വരുന്നത്. അപ്പോൾ ഞാൻ ഡിസ്പോസ് ചെയ്യാനായിട്ട് ആളെ വിളിക്കും. അങ്ങനെ നമ്മൾ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിനെക്കാട്ടും ജോലിയാണ് ഈ വേസ്റ്റായ വസ്തുക്കൾ നമ്മൾ ഡിസ്പോസ് ചെയ്യും. പക്ഷേ അത് വെച്ച് നമ്മളൊരു നല്ലൊരു ക്രാഫ്റ്റ് ഉണ്ടാക്കിയാലോ അത് ഏറ്റവും ഉത്തമമായിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കി എന്നിട്ട് ഇതിന് അടിയിലോട്ട് കൊടുക്കുക. ഒരു പേപ്പർ ഇടവിട്ടിട്ട് ഇങ്ങനെ അടിയിലോട്ട് വെച്ച് കൊടുക്കുക. ഇനി അടുത്തത് ഇതേപോലെ അടുത്ത ഇതിനകത്തോട്ട് വെച്ച് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഫെവി ബോണ്ട് എടുത്തിട്ട് അല്പം ഒന്ന് പുരട്ടി കൊടുത്താലും അത് നല്ല ഒരു സ്ട്രോങ് ആയിരിക്കും. പിന്നെ ഇത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ക്രയോൺസോ സ്കെച്ച് പെന്നൊക്കെ നമുക്ക് ഇതുപോലെ ഇട്ട് സൂക്ഷിക്കാം. പിന്നെ ബർത്ത്ഡേ എന്തെങ്കിലും വരുമ്പോൾ കുട്ടികൾക്ക് ചോക്ലേറ്റൊക്കെ വെച്ച് ഇങ്ങനെ പ്രസൻ്റായിട്ട് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഒരു ബൊമ്മ കുട്ടിയെ ഞാൻ ഇതിൽ വെച്ച് ചായക്കുന്നു.